എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. മാമ്പഴവും നേന്ത്രപ്പഴവും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ പായസം ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ആദ്യം നമുക്ക് ഒരു കപ്പ് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. ശർക്കര ഇതുപോലെ നന്നായി ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ശർക്കര അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് മാമ്പഴം വേണം. അപ്പം ഞാനിവിടെ ഒരു 10 മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലി കളഞ്ഞെടുക്കാം. നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കാൻ എടുക്കുന്ന സൈസ് മാങ്ങയാണ്. നല്ല മധുരമുള്ളതാണ്. ഒരു ശകലവും പുളിയില്ലാത്ത ടൈപ്പ് മാങ്ങ വേണം എടുക്കാൻ. ഇപ്പോൾ അതായത് 10 മാങ്ങയും തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നന്നായി പഴുത്ത 2 നേന്ത്രപ്പഴമാണിത്. അപ്പോൾ അതും തൊലി കളഞ്ഞിട്ട് നമുക്ക് 4ആയിട്ട് കീറിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. തീരെ കനം കുറഞ്ഞു പോയാൽ പഴം പായസത്തിൽ കിടന്ന് വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് അത്യാവശ്യം കനത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പാത്രം എടുക്കുമ്പോൾ ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുത്തോളൂ. പിന്നീട് അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ രണ്ടും നെയ്യിൽ നിന്നും കോരി മാറ്റാം. പിന്നെ അതേ നെയ്യിൽ തന്നെ നേന്ത്രപ്പഴം അരിഞ്ഞു വെച്ചത് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. പിന്നീട് അതിൻ്റെ കൂടെ മാമ്പഴവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റോളം നെയ്യിൽ ഈ മാമ്പഴവും നേന്ത്രപ്പഴവും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായി ഒന്ന് നെയ്യിലിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചത് അരിച്ചൊഴിച്ച് കൊടുക്കാം. ശർക്കരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്ന് കുറച്ച് സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 2 കപ്പ് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം 5 മിനിറ്റോളം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാം ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പം അതിനനുസരിച്ച് ചെയ്ത് കൊടുത്തോളൂ. ഒരു 4-5 മിനിറ്റോളം നന്നായി ഇതേപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചുക്കും ഏലക്കായും അരിപ്പൊടിയും കൂടി ചേർത്ത് പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും ചുക്കും ഏലക്കാപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ പായസം ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും. അപ്പം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് പായസം. അപ്പം വീഡിയോയിൽ അത്രത്തോളം കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ അത് പായസം ഒന്ന് തിക്കായി വരുന്ന സമയത്ത് അതിലേക്ക് 1/4 കപ്പ് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ച് പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് ചെറിയ രീതിയിൽ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒട്ടും പുളിയില്ലാത്ത നല്ല മധുരമുള്ള മാമ്പഴം കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ ഈ പായസം ഒന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാമ്പഴ പായസം തയ്യാറായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.